കൂത്തുപറമ്പ് നഗരസഭ ജനകീയാസൂത്രണം 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമവും സർഗോത്സവവും സംഘടിപ്പിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അവരെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. പഴയ കാലത്ത് വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ വീട്ടിന്റെ ചുറ്റുപാടും എന്ന രൂപത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ തന്നെ മാറി. ഇന്ന് വിദ്യാഭ്യാസ കാര്യത്തിലും അതോടൊപ്പം തന്നെ ജനപ്രതി എന്ന നിലയിലുമൊക്കെ തന്നെ ഒരുപാട് വയോജനങ്ങളൊക്കെ തന്നെ വന്നു ചേർന്നുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുവരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ തലത്തിൽ വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണ്ട ക്യാമ്പുകളും കാര്യങ്ങളും ഒക്കെ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ഡോക്ടർമാരുടെ സേവനം ഇതൊക്കെ തന്നെ വളർത്താൻ വേണ്ടി ഓരോ പ്രാദേശികമായിട്ടുള്ള കേന്ദ്രങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസ കാര്യത്തിൽ വയോജനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ പുതുതായിട്ട് 70-72 വയസ്സ് 75 വയസ്സായ വനിതകളൊക്കെ തന്നെ പഠിച്ച് പുതുതായിട്ട് SSLC ഒക്കെ തന്നെ പാസ്സായി +2 കടക്കുകയാണ്. ബിജോട്ടോ ഒന്ന് ബിജോട്ടോ സരോജിനി, അടുത്ത് പനപ്പുറത്ത് കൃഷ്ണൻ, പത്മാലയം തൃക്കണ്ണാപുരം. തൃക്കണ്ണാപുരം ഗ്രാമീണ വായനശാലയിൽ നടന്ന വയോജന സംഗമ പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ V. സുജാത അധ്യക്ഷയായി. MV ജനാർദ്ദനൻ തളിപ്പറമ്പ് മുഖ്യാതിഥിയായി. നഗരസഭാ വൈസ് ചെയർമാൻ B. രാമകൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി KR അജി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രജീഷ്, MB ശ്രീജ, KK ഷമീർ, ലിജി സജേഷ്, കൗൺസിലർ A. ബിജിമോൻ, ICDS സൂപ്പർവൈസർ PJ സോണി, കൺവീനർ PV ബാലകൃഷ്ണൻ, P. രവി, MP സുരേഷ് ബാബു, CDS ചെയർപേഴ്സൺ P. ഷൈജ, K. സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ആന്ധ്രാപോളജിയിൽ ഡോക്ടറേറ്റ് ലഭിച്ച ഷഗിനിയെയും 90 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളെയും ആദരിച്ചു. തുടർന്ന് വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.